അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് പൊന്മുടി പോകാത്തവരുണ്ടെങ്കിൽ പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും എനിക്കൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കണേ. അഥവാ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ പൊന്മുടി പീക്കിലെ അടിപൊളി കാഴ്ചകൾ കാണാൻ വിട്ടാലോ? എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കണ്ടോ, ഇവിടെ ഒക്കെ ആൾക്കാരുണ്ട് കേട്ടോ, പക്ഷെ കാണുന്നില്ല, അത്രയ്ക്കും കോടയാണ്, ഒരു രക്ഷയില്ല. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് നല്ല അടിപൊളി ഭാഗം. കാരണം ഇതിനകത്താണ് നമ്മുടെ കോടമഞ്ഞും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വരെയുള്ള വീഡിയോ ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു, ടിക്കറ്റ് എടുക്കുന്നവരെ ഉള്ളത്. ടിക്കറ്റ് എടുത്തിട്ടാണ് ഇനി ബാക്കിയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ വരാൻ കിടക്കുന്നത്. കാരണം 22 ഹെയർപിൻ വളവ്, അതും തിക്ക് ഫോറസ്റ്റിലൂടെ വേണം പോകാൻ. എന്നിട്ട് വേണം നമുക്ക് കോടമഞ്ഞൊക്കെ മൂടിക്കിടക്കുന്ന ആ ഒരു പീക്കിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോയിട്ടില്ലാത്തവർ എന്തായാലും പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെ കേട്ടോ. ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് ഉള്ളവർ പോവാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തേക്കൊക്കെ ട്രാവൽ ചെയ്ത് ആരെങ്കിലും ടൂർ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ പോയി കാണാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ പൊന്മുടി പീക്ക് എന്ന് പറയുന്നത്. നല്ല അടിപൊളി സ്ഥലമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ ഇത്ര കോട ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ കിളി പോയിട്ടുണ്ടായിരുന്നു. ഒരു ഹെവൻ ഫീലായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോൾ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് നല്ല മഴ കിട്ടിയതുകൊണ്ട് എന്തായാലും ഉറപ്പായിരുന്നു മഞ്ഞ് കിട്ടും, കോട കിട്ടും എന്നുള്ളത് 100% ഉറപ്പായിരുന്നു. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ പോയി ബൈക്കിന് 20 രൂപയും നമുക്ക് ഓരോരുത്തർക്ക് 40 രൂപയും വെച്ച് അങ്ങനെ 100 രൂപേൻ്റെ ടിക്കറ്റും എടുത്ത് നമ്മൾ 22 ഹെയർപിൻ വളവും കയറാൻ തീരുമാനിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് 22 ഹെയർപിൻ വളവ് എന്ന് പറയുന്നത് നല്ല തിക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ബാക്കി ഭാഗം നമുക്ക് കുറച്ചിങ്ങനെ ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്, എന്നാലും അത് ഫോറസ്റ്റ് തന്നെയാണ് കേട്ടോ. അവിടെ ആൾതാമസമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനിയും ആൾതാമസം എത്തുന്നത് ഒരു 2-3 സ്പോട്ടൊക്കെ ഉള്ളൂ, അതും കുറേ ഒന്നുമില്ല. പിന്നെ ലയങ്ങളും അതുപോലെ തന്നെ വീട് ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടാവുമായിരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളോട്ട് വേറെ സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ പോയിട്ടുള്ളത് മെയിനായിട്ടുള്ള പൊന്മുടി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള വാട്ടർഫോൾസും അങ്ങോട്ടേക്കോ ഞങ്ങൾ പോയിട്ടില്ല. പിന്നെ അധികം വലിയ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്, മോനുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു കയറി പോകുമ്പോൾ തന്നെ നമുക്കറിയാം കോടമഞ്ഞ് ഇറങ്ങി അല്ലെങ്കിൽ ഇങ്ങനെ ഓടി ഓടി വരുന്നത് കാണാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഉയരം കൂടുമ്പം ചായേൻ്റെ സ്വാദ് കൂടുന്നൊരു അങ്ങനത്തെ ഒരു കണ്ണൻദേവൻ്റെ ഒരു പരസ്യമില്ലേ, അതേപോലെ കേട്ടോ. നമ്മൾ ഈ ഉയരത്തോട്ട് കയറി പോകുന്നവർ ഓരോ വളവ് കയറി മുകളിലേക്ക് എത്തുന്തോറും കാഴ്ചേൻ്റെ ഭംഗി അത് കൂടി വരിക കേട്ടോ. എന്ത് രസമാണെന്നറിയോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രകൃതിനെ ആസ്വദിക്കാൻ നിന്ന് അതിനെ നേരം ഉണ്ടാവുള്ളൂ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലേ. ചിലർക്ക് ഇങ്ങനെ പോകുന്നൊന്നും ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് ഇതൊക്കെ കണ്ടിട്ട് ഇത് എന്തിനാന്നായിരിക്കും അവസ്ഥ. പക്ഷേ എനിക്ക് ഇങ്ങനെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും കാണാനില്ലെങ്കിലും മല കയറാൻ പോയാലും എനിക്കിഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ കറങ്ങി നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കറങ്ങാൻ പോകും, അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ കടകളൊക്കെ ഇവിടുത്തെ ആൾക്കാർ തന്നെ ഇടുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ KSRTC സർവീസ് ഉണ്ട്. അത് ചിലപ്പം ലിമിറ്റഡ് ടൈമൊക്കെ ആയിരിക്കും, ചില ഓരോ സമയത്തൊക്കെ ആയിരിക്കും. അപ്പോൾ എപ്പോഴാണെന്നൊന്നും അറിയില്ല, ഞങ്ങളൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വീഡിയോ ഇതിൽ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം ഞാൻ അത് ഷോർട്സിനാണോ എടുത്തത് അല്ല ലോങ് ആയിട്ടാണോ എടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും എൻ്റെ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ചെറിയൊരു അമ്പലമൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഞങ്ങൾ അവിടെ നിർത്തിയിട്ടൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ പേടിയാണ്, കാരണം ആന ഇറങ്ങുന്ന സ്ഥലമാണ്, ആനയും പുലിയൊക്കെ ഉള്ള സ്ഥലമാണ്. പകലൊന്നും ഇറങ്ങില്ലായിരിക്കും, രാത്രിയും രാവിലെയൊക്കെ ആയിരിക്കും ഇറങ്ങുന്നത്. പക്ഷെ എന്നാലും നമുക്കിപ്പം പ്രവചിക്കാനൊന്നും പറ്റില്ലല്ലോ, ഇന്ന സമയത്ത് ആനയ്ക്ക് വന്നുകൂടാന്നില്ലല്ലോ. അതുകൊണ്ടൊരു പേടി. നമ്മൾ ബൈക്കിലായതുകൊണ്ട് ഭയങ്കര പേടിയാണ്, കുട്ടിയുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ പോകുന്ന വഴിക്കുള്ള ഈ ഒരു കാഴ്ച ഉണ്ടോ, ആദ്യത്തെ വ്യൂ ആണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങോട്ട് പോകുന്ന കൂടി വരികയാണല്ലോ. പക്ഷെ ചില സമയത്ത് ഈ കോട അങ്ങോട്ട് മാഞ്ഞു പോകും, പിന്നെ ഈ കോട വരും. ശരിക്കും പറഞ്ഞാൽ ഒരു ടൈം സ്ലാപ്പിലിട്ട് എടുക്കുവാണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് അപ്പോഴത്തെ ആ ഒരു ഇത് തോന്നിയില്ല. ശരിക്കും പറഞ്ഞാൽ ക്യാമറ എവിടെയെങ്കിലും വെച്ച് ടൈം സ്ലാപ്പ് ഇട്ട് എടുത്താൽ മതിയായിരുന്നു എന്ന് പിന്നീട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ കോടമഞ്ഞ് പോവും, അപ്പോഴത്തേനും ആ വരുന്ന ഭാഗം ക്ലിയർ ആവും, പിന്നെ വരുമ്പോഴത്തേനും ഫുള്ളായിട്ട് അങ്ങ് മൂടും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല എനിക്കെന്തോ വേറെ എവിടെയോ എത്തിപ്പെട്ട പോലെ, അല്ലെങ്കിൽ നമ്മൾ ഈ വേറെ വീഡിയോസൊക്കെ കാണുന്നല്ലോ, ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കാണാത്തതുകൊണ്ടായിരിക്കും കേട്ടോ.
ഈ സ്ഥലമൊക്കെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോട്ടോ. എന്നിട്ട് വീഡിയോ ലാസ്റ്റ് വരെ കാണുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ടെങ്കിലും കാണുക. അത്രയ്ക്കും അടിപൊളിയുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. അമ്മ, ഞങ്ങളിപ്പോൾ പൊന്മുടിയിലാണുള്ളത്. പക്ഷെ വന്ന വഴി കാണാനില്ല. കണ്ടോ, ഒരു വഴി പോലും കാണാനില്ല കേട്ടോ. അത്രയും കൂടെയാണ് അടിപൊളി, ഒരു രക്ഷയില്ല. അവിടെ കണ്ടോ, അവിടെയൊക്കെ ആൾക്കാരുണ്ട്. ഇവിടെ സൗണ്ടൊക്കെ മാറിട്ടോ. ഹലോ ഗായ്സ്, നോക്കൂ, നമ്മളിവിടെ വന്ന വഴി കാണുന്നില്ല കേട്ടോ. ഫുള്ള് മഞ്ഞാണ്, ഒരു രക്ഷയില്ലാത്ത മഞ്ഞാണ് കേട്ടോ. കാണിച്ചു തരാം വേണമെങ്കിൽ, കാരണം കുറച്ച് അങ്ങോട്ട് പോട്ടെ, അപ്പോൾ കാണാം കേട്ടോ. കണ്ടോ കണ്ടോ, ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷെ കാണുന്നേയില്ല, അത്രയ്ക്കും കോടയാണ്, ഒരു രക്ഷയില്ല. ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന സമയമായപ്പോഴത്തേനും കോട കൂടിയായിരുന്നു വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങൾ ഇവിടെ എത്തിയത് ഉച്ചയ്ക്കാണ് കേട്ടോ. ഇത് വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെ ഒന്നുമല്ല. ഞങ്ങൾ 2:30ക്കാണ് ഇവിടെ എത്തിയത്. 2:30ക്കത്തെ കാഴ്ചയാണ് ഇത്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ? അത്രയ്ക്കും ഇതായിരുന്നു, കോടയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും തണുപ്പുണ്ടായിരുന്നു. ഇത് മഞ്ഞാണോ എന്ന് ചോദിച്ചാൽ മഞ്ഞല്ല, കോടയാണ്. അപ്പോൾ അതിന് അങ്ങനെ മഞ്ഞ് ഇങ്ങനെ തുള്ളിയായിട്ട് വീഴുന്നൊന്നുമില്ല, കോടയാണ് കേട്ടോ. നമ്മളിങ്ങനെ പാറിപ്പോവും, തിരിച്ചു വരും, അങ്ങനത്തെ സംഭവം. അപ്പോൾ നമ്മൾ ഈ തിരിച്ചു പോകുമ്പോൾ ഈ വന്ന വഴി ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടോ? ഞങ്ങൾ വന്ന വഴിയിൽ നിന്ന് വേറെ എവിടെയും കയറിപ്പോയിട്ടില്ല. പക്ഷെ വന്ന വഴി കാണാനില്ല കേട്ടോ. ഇങ്ങോട്ട് നോക്കുമ്പോൾ ഞങ്ങൾ വന്ന ആ റോഡാണ്. പക്ഷെ ആ റോഡ് അവിടെ ഉണ്ടോയെന്ന് പോലും നമുക്ക് അറിയുന്നില്ല കേട്ടോ. പക്ഷെ ഓരോ സമയത്ത് ഇങ്ങനെ കോട നീങ്ങി പോകുന്നതുകൊണ്ട് നമുക്കറിയാം അവിടെ റോഡ് ഉണ്ടെന്ന്. അവിടെ ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്, ഒന്നും കാണാനില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലാസ്റ്റ് വരെ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണുക. അല്ലെങ്കിൽ കാണാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ടെങ്കിലും നിങ്ങളൊന്ന് നോക്കൂട്ടോ. എന്നിട്ട് ഫാമിലി ആയിട്ടോ പോകാൻ പറ്റുന്നവർ എന്തായാലും പോകാൻ ഞാൻ പിന്നെയും പറയാണ്, എന്തായാലും ഒന്ന് പോയി കാണാം. അത് ഈ ഒരു സീസണിലല്ലേ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ. വേനലായി കഴിഞ്ഞാൽ ഒന്നും അവിടെ ഉണ്ടാവില്ല. ഞങ്ങൾ പോയതാണ്, നട്ടപ്പൊരിഞ്ഞ് വെയിലത്ത് പോയി തല കറങ്ങി തിരിച്ചു വന്ന അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സമയത്ത് പോകാൻ പറ്റിയത് നല്ല എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ആര് പോയാലും നിങ്ങൾ ഈ വീഡിയോ കണ്ട് ആർക്കെങ്കിലും ഒക്കെ പോകാൻ തോന്നി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വന്ന് കമൻറ്റ് ഇടണേ. ഇവിടുത്തെ കോട നമുക്ക് മഞ്ഞല്ല കേട്ടോ, കോടയാണ്. രണ്ടും വേറെ പേരിക്കല്ലേ. കണ്ടോ, അവിടെ ഒരു കുഞ്ഞു വായുണ്ട് കേട്ടോ, കാണുന്നുണ്ടോ? ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു ഈ സ്ഥലം ഒന്ന് നോക്കി വെച്ചോന്ന്. ഇതിപ്പോൾ നമ്മൾ വന്ന വഴി കൂടെ തിരിച്ച് നടന്നു പോകാം കേട്ടോ. അപ്പോൾ ആദ്യം കണ്ട ആ കുന്നോ മലകളോ എന്തെങ്കിലും എൻ്റെ ഈ ഒരു ഇടത്തെ ഭാഗത്ത് നിങ്ങൾ കാണുന്നുണ്ട്, ഇടത്തോ വലതോ ആ ഒരു ഭാഗത്ത് നിങ്ങൾ കാണുന്നുണ്ട്, ഒന്നും കാണാനില്ല. ഞങ്ങൾ വന്ന വഴി തന്നെ നോക്ക്, തൊട്ട് പുറകിൽ വന്ന വഴി കാണാനില്ല. ഇതായിരുന്നു കേട്ടോ ഇവിടുത്തെ അവസ്ഥ. അപ്പം എനിക്ക് എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല, അത്രയ്ക്കും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും. പിന്നെ നമ്മുടെ ഓരോ നാട്ടിലും ഇതുപോലത്തെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതുപോലത്തെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഉണ്ടാവും. പക്ഷെ അവിടെ ഒന്നും ഞാൻ പോയിട്ടില്ല. പിന്നെ ഇവിടെ വന്നിട്ട് കണ്ണൻ്റെ കൂടെയാണ് ഞാൻ പോകുന്നത്. അവിടെ ഒന്നും നമുക്ക് പോകാനുള്ളൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ആർക്കെങ്കിലുമൊക്കെ പോകാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഫ്രണ്ട്സിൻ്റെ കൂടെയോ ഫാമിലീൻ്റെ കൂടെയോ ഒക്കെ പോവുക. ആ സമയത്ത് നമുക്ക് അങ്ങനത്തെ മൈൻഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ നിൽക്കുന്ന സമയത്ത്. പിന്നെ പറഞ്ഞാൽ പഠിക്കാൻ പോയി, ജോലിയായി, അങ്ങനെ കുറേ ഇതൊക്കെ ആയി. അങ്ങനെയാണ് നമ്മൾക്കൊണ്ടൊന്നും പോകാൻ പറ്റാതിരുന്നത്. വീട്ടിൽ തന്നെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്കും ആ സമയത്തൊക്കെ പോകാമായിരുന്നു. അതിനൊന്നുള്ള അവസ്ഥ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചൊന്ന് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം കണ്ടോ, വരുമ്പോൾ ഇങ്ങനെയായിരുന്നു ഈ സ്ഥലം. വീട്ടിൽ നിന്ന് വിടില്ലായിരുന്നു എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, എനിക്ക് അവരെ കൂട്ടി പോകാനൊക്കെയാണ് എനിക്കിഷ്ടം. പക്ഷേ ആ സമയത്തൊന്നും ഇങ്ങനെ വീട്ടിൽ നിന്ന് മമ്മീനെയും പപ്പേനെയും കൂട്ടി പോവാം, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് എങ്ങോട്ടെങ്കിലും പോവാം, അങ്ങനത്തെ ഒരു ഇതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം പഠിച്ചതിൻ്റെ കുറച്ച് കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മുടെ കല്യാണമായി, അങ്ങനെയൊക്കെ ആയപ്പം ഇപ്പം നമ്മൾ എൻജോയ് ആണ്. ഇപ്പോഴും സമയം വൈകിട്ടൊന്നുമില്ല, ഇപ്പോഴും നമുക്ക് കറങ്ങാനുള്ളത് കറങ്ങുക, കാണാനുള്ളത് കാണുക, അത് തന്നെ. അവിടെ കോട ആയതുകൊണ്ട് അവിടെ തണുപ്പില്ല. പക്ഷെ
മാത്രമല്ല കേട്ടോ കാണാനുള്ളത്. അങ്ങ് ദൂരെ കണ്ട ഒരു റിസോർട്ടാണെന്ന് തോന്നുന്നു. അങ്ങോട്ടേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും കേട്ടോ. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും പോയിട്ടില്ല. ബാക്കി വെള്ളച്ചാട്ടങ്ങളും പാലങ്ങളും ഒക്കെ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ. ഇനി ഒരിക്കൽ പോകാൻ പറ്റുമെങ്കിൽ പോവാം. നിങ്ങളിവിടെ വന്നാൽ എന്തായാലും വെറുതെ ആവില്ല. ട്രാവലറൊക്കെ വിളിച്ച് വരുന്നവരും ടൂർ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും പോവാം. അവർക്കൊക്കെ ഇഷ്ടംപോലെ സമയം ഉണ്ടാവുമല്ലോ, അങ്ങനെ പോകാൻ പറ്റും കേട്ടോ. അപ്പം ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് നല്ല വൈബ് അടിച്ചിട്ടുള്ള ഒരു ചായക്കടയിൽ നിന്ന് ചായയും ഉള്ളിവടയും കുഴിച്ചു. ഒന്നും പറയാനില്ല കേട്ടോ. നമ്മുടെ പണ്ടത്തെ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നത് അതുപോലത്തെ ഒരു ചായക്കടയും. ചായേൻ്റെ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല, പക്ഷെ അതുപോലത്തെ ഒരു ചായക്കട. നല്ല രസം, നല്ല വൈബ് അടിച്ചിരുന്നു ചായ കുടിക്കാൻ പറ്റിയൊരു ചായക്കട. ഒരു അടുപ്പിൽ തീ കൂട്ടിയിട്ടൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ മേലെ നിന്ന് വെള്ളം ഒഴുകി വന്നിട്ട് ആ ഒരു പൈപ്പിൽ വെള്ളം പിടിക്കുന്നതും അങ്ങനത്തൊക്കെ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു അവിടുത്തെ കാഴ്ചകൾ കണ്ട്. വിറകൊക്കെ കൂട്ടി വെച്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല സുഖമുണ്ടല്ലേ അവിടെയൊക്കെ വെള്ളം. നീ അവിടെ മേലെ നടന്നാ വന്ന പിന്നെ അത് മതി. അവിടുന്ന് അത് പൈപ്പിന്റെ ഓർപ്പായിട്ട്. ഇവിടുന്ന് പോകാൻ തോന്നില്ലല്ലേ. കുടയിലൊന്നും പോയിട്ടില്ലല്ലേ. രണ്ട് സ്ഥലം പോലെ ഉണ്ട് ശരിക്കും പറഞ്ഞാലേ. ഇപ്പൊ ഒരു 10 മിനിറ്റ് കൊണ്ട് അത്രയും കോടയും മഞ്ഞും കൂടെയുള്ള ഒരു കാലാവസ്ഥ. ഇപ്പൊ നമുക്ക് വെയിലും അങ്ങനെ നമ്മൾ മുകളിൽ നിന്ന് താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. താഴെ എത്തിയപ്പോഴുള്ള കാഴ്ച വെക്ക്. നേരത്തെ കണ്ട സ്ഥലമാണ് ഇത്. എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടില്ലേ. ഇതാണ് കേട്ടോ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടേണ്ടേ ഉറപ്പായി ലൈക്ക് തന്നെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.